ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 75-നും 90-നും ഇടയ്ക്ക് ആണ് രചിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. യഹൂദ മതത്തിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച പലസ്തീനായിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രധാനമായി ഉദ്ദേശിച്ചാണ് വിശുദ്ധ മത്തായി സുവിശേഷം രചിച്ചത്. അക്കാരണത്താൽ നൂറ്റാണ്ടുകളിലൂടെ പഴയ നിയമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യഹൂദജനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു രക്ഷകനെ ആയിട്ടാണ് യേശുവിനെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന ശീർഷകത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ക്രിസ്തുമതം യഹൂദമതത്തിൻ്റെ തുടർച്ചയും പരിപൂർത്തിയുമാണെന്ന് സ്ഥാപിക്കാനും സുവിശേഷകൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ യഹൂദജനത പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളിലെ മുഖ്യ പ്രമേയം. ഈ സ്വർഗരാജ്യമാകട്ടെ യഹൂദരുടെ ഇടുങ്ങിയ ദേശീയ ചിന്താഗതിക്ക് അതീതമായി മനുഷ്യവർഗത്തെ മുഴുവനും ആശ്ലേഷിക്കുന്ന രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ 3 വിഭജിക്കാം. യേശുവിൻ്റെ ജനനവും പരസ്യജീവിതത്തിനുള്ള തയ്യാറെടുപ്പും മരുഭൂമിയിൽ പരീക്ഷ എന്നൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും, യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്കാണ് അവസാന ഭാഗങ്ങളിൽ വിവരിക്കുന്നത്.